നമ്മുടെ കയ്യിലെ വിരലുകളെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. നമ്മുടെ കയ്യിൽ എത്ര വിരലുകളുണ്ട്? നമുക്കൊന്നും കൂടി എണ്ണി നോക്കിയാലോ. 1 2 3 4 5 5 വിരലുകൾ അല്ലേ? ഈ വിരലുകളുടെ പേരെന്തൊക്കെയാണെന്ന് അറിയോ? ആദ്യത്തെ തമ്പ്, തള്ളവിരൽ. രണ്ടാമത്തെ പോയിന്റർ ഫിംഗർ, ചൂണ്ടുവിരൽ. മൂന്നാമത്തെ മിഡിൽ ഫിംഗർ, നടുവിരൽ. നാലാമത്തെ റിംഗ് ഫിംഗർ, മോതിര വിരൽ. അഞ്ചാമത്തെ ലിറ്റിൽ ഫിംഗർ. ഒരു ദിവസം ഈ വിരലുകളൊക്കെ കൂടുന്ന സംസാരിക്കും. അപ്പോ നമ്മുടെ തള്ളവിരൽ എണീറ്റ് പറയും, ഞാനാണ് നിങ്ങളുടെ നേതാവ്. അപ്പോ ഞാനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ശക്തനായ ആൾക്കാരാണ് എപ്പോഴും നേതാവാവുക. അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ നേതാവ് എന്ന് പറയും. അത് കേട്ടപ്പോ നമ്മുടെ മിഡിൽ ഫിംഗറിന് ദേഷ്യം വരും. മിഡിൽ ഫിംഗർ പറയും, അതൊന്നും പറ്റില്ല, ഞാനാണ് നേതാവ്. നിങ്ങൾ നോക്കി നോക്കിയേ, എന്നെ കൈ പിടിക്കുമ്പോ ഏറ്റവും വലുത് നമ്മുടെ മിഡിൽ ഫിംഗർ അല്ലേ? അപ്പോ നമ്മുടെ മിഡിൽ ഫിംഗർ പറയും, ഞാനാണ് ഏറ്റവും വലുത്, ഏറ്റവും വലിയ ആൾക്കാരാണ് നേതാവാവുക. അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ നേതാവ്. അത് കേട്ടപ്പോ നമ്മുടെ പോയിന്റർ ഫിംഗറിന് അത് ഇഷ്ടാവില്ല. പോയിന്റർ ഫിംഗർ പറയും, അതെ, ഞാനാണ് ഏറ്റവും ധൈര്യശാലി, ഏറ്റവും ധൈര്യമുള്ള ആളാണ് നേതാവാവുക. അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ നേതാവ്. അത് കേട്ടപ്പോ നമ്മുടെ റിംഗ് ഫിംഗർ പറയും, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏറ്റവും ഭംഗി എന്നെ കാണാനല്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരും എന്റെ വിരലില് മോതിരിടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരെ എന്നല്ലേ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് എന്റെ വിരലില് മോതിരിടുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരുടെ വിരലിലാണ് മോതിരിടുക. അത് കേട്ടപ്പോ ഇവര് എല്ലാവരും കൂടി തല്ലൂട്ടാവും, ഞാനാണ് നേതാവാവുക, ഞാനാണ് നേതാവാവുക എന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് തല്ലൂടി നോക്കുമ്പോ ഒരാൾ മാത്രം മിണ്ടാതിരിക്കണേ. ആരും മിണ്ടാതിരിക്കണേ? ചെറുവിരല് മാത്രം ഒന്നും മിണ്ടാതിരിക്കണം. അപ്പൊ ഇവരൊക്കെ കൂടി കളിയാക്കും, അയ്യേ, നിനക്ക് മാത്രം ഒന്നും പറയാനില്ല, നിനക്ക് മാത്രം ഒരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് കളിയാക്കും. അപ്പൊ ചെറുവിരല് പറയും, ഞാൻ എന്റെ ദൈവത്തെ അനുസരിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവത്തിനെ എങ്ങനെ പ്രാർത്ഥിക്കുക? ഇങ്ങനെ കൈ കൂപ്പി പിടിച്ചിട്ട്. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാ? ചെറുവിരല്. അപ്പൊ ദൈവത്തിലൂടെ എല്ലാതും ചെറുവിരലിന് നേടിയെടുക്കാൻ സാധിക്കും. അതെ, നല്ല കുട്ടികളായിട്ട് ഇരിക്കണം.